ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ക്ഷേത്രത്തിലും പരിസരത്തും വൻ ഭക്തജന തിരക്ക്. പൊങ്കാലയോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഭക്തർക്കായി സ്പെഷ്യൽ ട്രെയിനുകളും അനുവദിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ് വിശദാംശങ്ങൾ നൽകും. സനൂപ്, ഒരുക്കങ്ങൾ എത്രത്തോളം ആയിട്ടുണ്ട്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷബീർ, കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന 9ാം ദിവസമായ നാളെയാണ് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല ആരംഭിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവശേഷിക്കുന്നത്. എങ്കിലും ഈ ക്ഷേത്രത്തിലും പരിസരത്തും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദേവിയെ കാണാൻ വേണ്ടി വലിയ രീതിയിലുള്ള ജനലക്ഷങ്ങളാണ് ഇപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിലും പരിസരത്തും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 9:45-ന് തോറ്റം പാട്ടുകാർ ഈ കണ്ണകി ചരിതത്തിലെ പാണ്ഡ്യരാജാവിൻ്റെ വധം പാടി തീർക്കും. തുടർന്ന് 9:45-ന് ശുദ്ധികലശവും കഴിഞ്ഞ ശേഷം 10 മണിക്കാണ് ഈ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല ആരംഭിക്കുന്നത്. എന്തായാലും വലിയ ഒരു ഭക്തിജന തിരക്കാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ ദേവിയെ കാണാൻ വേണ്ടി ജനങ്ങൾ ഈ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ദേവിയെ കാണാൻ വേണ്ടിയുള്ള പരിപാടികൾ, ദേവിയെ കാണാൻ വേണ്ടിയുള്ള നീണ്ട ക്യൂ ആണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഇന്നലെ തന്നെ അനന്തപുരിയിലെ വീതികളെല്ലാം തന്നെ ജനലക്ഷങ്ങൾ അവിടെ ഒഴുകി എത്തിയിരുന്നു. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 9-10 മണിക്ക് ആണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് തന്ത്രി വാസുദേവൻ ഭട്ടതിരിപ്പാട് ആദ്യം ഈ ക്ഷേത്രത്തിൽ നിന്ന് ദീപം കൊളുത്തിയതിനു ശേഷം അത് മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിക്ക് കൈമാറും. മേൽശാന്തിയാണ് പിന്നീട് ഈ ക്ഷേത്രത്തിലെ ക്ഷേത്ര തിടപ്പള്ളിയിലും അതിനുശേഷം മേൽശാന്തിമാർക്കും കൈമാറുന്നത്. മേൽശാന്തിമാർ വായ്ക്കുരുകളുടെയും അതുപോലെ തന്നെ ചെണ്ടമേളകളുടെയും അകമ്പടിയോട് കൂടിയായിരിക്കും ഇത് ഈ ലക്ഷം വരുന്ന അടുപ്പുകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് ഓരോരുത്തരായിട്ടും ഇത് ചോദിച്ചു നോക്കാം. നാളത്തേക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു. എന്തൊക്കെ ഒരുക്കങ്ങളാണ്? പൊങ്കാലയുള്ള സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇനി ചെന്നിട്ട് എല്ലാം റെഡി ആക്കണം. അമ്മയെ തൊഴുത്. അതെ, വലിയ തിരക്കാ. 2 മണിക്കൂർ ക്യൂ നിന്ന ശേഷം 2 മണിക്കൂർ ആയതുകൊണ്ട് ഈ 2 മണിക്കൂർ ഇത്തരത്തിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന ശേഷമാണ് ദേവിയെ കാണാൻ പറ്റുന്നതെന്നാണ് ഈ ഭക്തജനങ്ങൾ പറയുന്നത്. എന്തായാലും ഈ നാടും നഗരവും ഈ അനന്തപുരി മുഴുവൻ തന്നെ ഈ ഉത്സവത്തിന് വേണ്ടി, ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുങ്ങി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വലിയ സുരക്ഷ തന്നെയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷന്റെ കീഴിൽ 2500ഓളം പോലീസുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പോലീസ് വുമൺ ബറ്റാലിയൻ, അതുപോലെ പോലീസ് വുമൺ കമാൻഡോ ബറ്റാലിയൻ അടക്കമാണ് സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. 100ഓളം DYSPമാരും ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിൽ സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ സ്പെഷ്യൽ പോലീസിന് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ ക്ഷേത്ര സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പോലീസ് നിയന്ത്രണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിന്റെ കൺട്രോൾ റൂം നേരത്തെ തന്നെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് ഒരുക്കി കഴിഞ്ഞിരുന്നു. ഏത് വിധേയമുള്ള ഈ സുരക്ഷാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കണം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. സനൂപ്, തിരുവനന്തപുരത്ത് നിന്നും.